ചേച്ചി എന്തായാലും നമ്മൾ റെഡ് കാർപ്പറ്റില് വിഷു ദിനത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. വിഷു ദിനമായിട്ട് ചേച്ചിയുടെ പെർഫോമൻസ് കാണാൻ പറ്റിയത് എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരിക്കും. ഞാനാണ് എന്താ പറയാ ഒരു ഏറ്റവും വലിയ താങ്ക് യു പറയേണ്ടത്. കാരണം വിഷു ദിനത്തില് കൃഷ്ണന്റെ ഒരു എന്താ പറയാ കണിയുടെ മുൻപിലൊക്കെ നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം സ്വാസികയും അമൃത ടിവിയും എനിക്ക് തന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് നമ്മൾ ഒരുപാട് നാളായിട്ട് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അതും ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരിക്കും. നമുക്ക് ആദ്യം ഈ വിഷു എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കുട്ടിക്കാലത്തെ വിഷുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയായിരുന്നു? കണി കാണാനും അതുപോലെ ആ കൈനീട്ടം കിട്ടാനുള്ള ഒരു ആവേശമൊക്കെ. കൈനീട്ടം കിട്ടാനുള്ള ആവേശം കുട്ടിക്കാലത്ത് മാത്രമല്ല ഇപ്പോഴും ഉണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ആക്രാന്തം കൂടി വരുന്നുണ്ടോ. ഈ കുട്ടിക്കാലത്ത് 10 രൂപയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു 1000 രൂപ. ഇപ്പോഴും 5 രൂപയുടെ ആ തുട്ടില്ലേ, അത് പക്ഷെ എനിക്ക് തോന്നുന്നത് ലൈഫിൽ ഒരുപാട് വാല്യൂസ് നമുക്ക് അവർക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വിഷമം എന്നുള്ള ലെവലിലേക്ക് തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വിഷുവിന് ശരിക്കും ഓള് പറഞ്ഞ മാതിരി വിഷുവിന്റെ കണികളും അല്ലെങ്കിൽ കാശ് കിട്ടുന്ന എല്ലാം ഉപരി പെർഫോമൻസസിനാണ് എപ്പോഴും നമുക്ക്. എനിക്ക് അത് ഓണമായിരുന്നാലും ശരി, ക്രിസ്മസ് ആയിരുന്നാലും ശരി, എല്ലാ ഫെസ്റ്റിവൽസ് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഡാൻസ് പ്രോഗ്രാംസ് ആണ്, സ്റ്റേജ് പെർഫോമൻസസ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും നല്ല ഭംഗിയുള്ള മഞ്ഞക്കണിയും ഒക്കെ ഉണ്ടെങ്കിലും റിലേറ്റ് ചെയ്യുന്നത് എപ്പോഴും പെർഫോമൻസിനെയാണ്. അപ്പം നല്ല പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗ്യം ഒരുപാടടുത്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ നോക്കൂ, ഇന്നും എനിക്ക് കളിക്കാനുള്ളൊരു. ഇന്ന് രാവിലത്തെ വിഷു ഓർമ്മകൾ എങ്ങനെയായിരുന്നു? വീട്ടിലത്തെ വിഷു വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് നാട്ടിലുണ്ടായിരുന്നോ? അതെയോ? അച്ഛൻ ശരിക്കും പറഞ്ഞ വള്ളത്തോൾ ഫാമിലിയിലെ അംഗമാണ്. അച്ഛൻ വള്ളത്തോളിന്റെ മരുമകനാണ്. അപ്പൊ വള്ളത്തോളിന്റെ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലത്തേക്കൊക്കെ പോണ്ടി വരും. അമ്മ തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ കുറച്ച് വ്യത്യാസമൊക്കെ അവരുടെ ഫെസ്റ്റിവൽസിലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പം ഞാൻ ശരിക്കും ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പൊ വീട്ടിലത്തെ വിഷു എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനറ്റ്ലി വിഷു കണി വെക്കും. അതൊരു സംസ്കാരത്തിന്റെ ഭാഗം മാത്രമല്ല, ഒരു ഐശ്വര്യത്തിന്റെ ഭാഗമാണ്. ചേച്ചി പിന്നെ ചേച്ചി അതായത് വിഷു കൈ നീട്ടം അപ്പൊ കുഞ്ഞിലെ കിട്ടിയതാണെങ്കിലും അങ്ങനെ കൂട്ടി വെച്ച് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച ഓർമ്മയൊക്കെ ഉണ്ടോ മനസ്സിൽ? വിഷു കൈ നീട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശരിക്കും ഒരു പൊക്കിഷമായിട്ട്, നമ്മളൊരു ട്രഷറായിട്ട്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദർ എൻ്റെ കൂടെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം എപ്പോഴും എൻ്റെ അമ്മയുടെ സ്റ്റുഡൻസിന്റെ കൂടെയാണ് നമ്മൾ കാൽക്കുലേഷൻ. നിനക്ക് 10 രൂപ, എനിക്ക് 5 രൂപ, അയ്യോ എനിക്ക് 5 രൂപയുള്ളൂ, കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ നമ്മൾ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതായിരുന്നില്ല, എത്ര രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പൊക്കെ അതുണ്ടോ, ഒരു ഫ്ലവർ വേസ് ഉണ്ട് ബ്ലാക്കിൽ ഇങ്ങനെ ഗോൾഡൻ ഒരു വർക്ക് ചെയ്തിട്ട്. അന്നത്തെ കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. കുഞ്ഞു ഫ്ലവർ വേസാ, അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ ഈ തിട്ടപ്പെടുത്തിയ എനിക്ക് തോന്നുന്നു 3-4 വിഷുവിന്റെ കാശ് വെച്ചിട്ടാണ് ഫസ്റ്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത്. ഫസ്റ്റ് അപ്പം നമ്മള് മൈനർ ആയതുകൊണ്ട് അമ്മയുടെ പേരിലും ഒക്കെ അങ്ങനെയൊക്കെ. അപ്പൊ ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട്. എന്നിട്ട് ആ ബാങ്കിൽ നിന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു അന്ന് 200-250 രൂപ എങ്ങാണ്ടോ വിഡ്രോ ചെയ്തിട്ടാണ് ഈ ഫ്ലവർ വേസ്. ആ ഫ്ലവർ വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ നമ്മളാ ഇവിടെ കൊണ്ട് വെക്കുമ്പോഴേ അതിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ എനിക്ക് ഇപ്പോഴും അതിനോടൊരു അറിയാതെ ഒരു അറ്റാച്ച്മെന്റ്. എന്ന് വെച്ചാൽ നമ്മള് വീട്ടിലേക്ക് വാങ്ങിച്ച ആദ്യത്തെ സാധനം. അപ്പൊ ഞാൻ നേഹം പറഞ്ഞ എന്റെ മോള്, അവളോടും ഞാൻ പറയുന്നത് കിട്ടിയതെല്ലാം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് സേവ് ചെയ്ത് അത് നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. അപ്പം ശരിക്കും എനിക്ക് കൊറോണ കാലം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ട് എനിക്ക് പഠിക്കാൻ തോന്നിയത്, നമുക്ക് ആൾക്കാരുടെ മുഖം കാണണം, നമുക്ക് ആൾക്കാരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വേണം, സ്നേഹം വേണം. ലൈഫിൽ ഒരുപാട് നല്ല ലെസൺസ് ലേൺ ചെയ്യാനുള്ള ഒരു നല്ല കാലം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നല്ല പുതിയ കോഴ്സസ് പഠിച്ചു തുടങ്ങി, അവനവന്റെ സ്കിൽസ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തു. നമുക്ക് ഈ ഹിഡൻ ടാലന്റ്സ് നമുക്ക് തന്നെ അറിയാത്ത ഒരുപാട് കാര്യം നമ്മൾ ഇനിയുണ്ട്. ചേച്ചിയുടെ ഹിഡൻ ടാലന്റ്സ് അല്ലാത്തൊരു ടാലന്റ് പാട്ട് പാടുന്ന എനിക്ക് എന്തായാലും അറിയാം. നമ്മുടെ വിഷുവായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വിഷുവിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു 4 വരി പാട്ട് നമ്മൾക്ക് പാടിയാൽ എല്ലാം അടിപൊളിയോ. 4 വേണ്ട, 2 വരി മതി. നന്ദകിശോര ഹരേ മാധവ നീയാണിന്ന ഭയം. നന്ദകിശോര തിരുമേയണിയും ശ്രീതിലകങ്ങളിൽ തിരുമേയണിയും
അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളും പാട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ റെഡ് ഞാനൊരു കാർപ്പറ്റ് കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ വന്നപ്പോ തൊട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ. അതീവ സുന്ദരിയായിരിക്കുന്നു. ഒരാള് കോംപ്ലിമെന്റ് ചെയ്യുമ്പോ ഇങ്ങനെയാണോ കാണിക്കുന്നത്? അല്ല ഞാൻ ഭയങ്കര നാണാണ് ഇങ്ങനെ കാര്യങ്ങൾ അല്ല കേൾക്കുമ്പോ. സത്യം കേൾക്കുമ്പോഴാണോ അല്ലെങ്കിൽ കള്ളത്തരം പറയുമ്പോഴാണോ? അല്ല എന്താണോ എനിക്കറിയില്ല, പക്ഷെ സുന്ദരി എന്ന് പറഞ്ഞ അപ്പൊ എനിക്ക് നാണം വരും. ഞാൻ സ്വാസിക്കയാണ് ഈ പ്രോഗ്രാം ചെയ്യണേന്ന് പറഞ്ഞപ്പം ഐ ഹവ് സീൻ യു ഇങ്ങനെ പല സീൻസിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും സ്വാസിക എന്ന് പറയുമ്പം പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതെ ഞാൻ ഇപ്പൊ കണിച്ചാണ്. അതല്ല, അത് നാണത്തിന്റെ എക്സ്പ്രഷൻ അല്ലേ. ഈ ശുണ്ടിയൊക്കെ വരുമ്പോഴേ ഒരാളോട് പിണങ്ങുമ്പോൾ സ്വാസികയ്ക്ക് ഒരു ഭയങ്കര ക്യൂട്ട് എക്സ്പ്രഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ സീരിയലിലൊക്കെ എപ്പോഴും അങ്ങേരുമായിട്ട് പിണങ്ങുമ്പോ ഒരു അതിപ്പോ പറഞ്ഞാൽ ചിലപ്പോ വരുമോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സ്വാസിക എന്ന് പറയുമ്പോ ഞാൻ റിലേറ്റ് ചെയ്യുന്നത് അയ്യോട് ഇങ്ങനെ എന്തോ ഒരു എക്സ്പ്രഷൻ ഷോ അങ്ങനെ എന്തോ ഉണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. അപ്പം ആൻഡ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ കേരള സ്റ്റേറ്റ് അവാർഡ്. താങ്ക് യു. ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. വിഷു ദിനത്തിൽ എനിക്ക് അതാണ് സ്വാസികയോട് പ്രത്യേകിച്ച് പറയാം. ഒരുപാട് സന്തോഷം ചേച്ചി. താങ്ക് യു സോ മച്ച്.